ലൈഫിൽ എന്ത് സീക്രട്ടും വിശ്വസിച്ച് പറയാവുന്ന ഒരാള് വൈഫിനോട് പറയും. വൈഫിനോട്. ഓക്കെ, എനിക്ക് വൈഫിനോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എബ്രോഡിലുള്ള ഇംഗ്ലീഷ് സാർ എനിക്ക് ഗ്രാമറിന്റെ ഇത് എഴുതി തന്ന എനിക്ക് അയച്ചു തന്നു. എവിടെ എബ്രോഡ്? എവിടെ? ചെന്നൈ? അതുകൊണ്ട് അബ്രോഡിൽ എവിടെ? പ്രണയ സീക്രട്ട് ആയിരുന്നോ? ഇപ്പൊ കല്യാണം കഴിഞ്ഞല്ലേ, പിന്നെ അതിന് സീക്രട്ട് ആയിട്ട് വെക്കേണ്ട കാര്യമില്ല. ആൾക്കാരത് കാണട്ടെ. കല്യാണം കഴിക്കാത്ത ആളാ പറയുന്നത്. ഞാൻ സത്യം പറഞ്ഞ പൃഥ്വിരാജ് ഫാനാണ്. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അല്ലേ? ഞാൻ ധ്യാൻ ശ്രീനിവാസൻ. എനിക്ക് 36 വയസ്സായിട്ടു. അത്രേ ഉള്ളൂ. എനിക്ക് 36. കല്യാണം കഴിയാത്ത പയ്യന്മാരുടെ പ്രായം ചോദിച്ചിടുന്നു. അത് പെണ്ണുങ്ങളുടെ അടുത്ത്. ഞാൻ എന്റെ വയസ്സ് കൃത്യം. അതെ, എനിക്കൊരു കല്യാണം കൂടെ കഴിച്ചോ. എന്റെ ദൈവമേ, മണിക്കൂട്ടൻ ചേട്ടൻ ഇത്രയും സംസാരിക്കുന്നു, ഇത്രയും തഗ്ഗൊക്കെ. ഞാൻ ഇവിടെ വന്നപ്പോ അങ്ങനെയല്ലായിരുന്നു. ആ ഡോറ് കറന്ന് ഇവനൊക്കെ ഇതിന് ശേഷം ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്. നിമിത്തമാണെന്ന് പറഞ്ഞത്. കാരണം ഞാൻ കുറെ കാലം മമ്മൂക്കയുടെ ഷൂട്ട് അടുത്ത് എവിടെയെങ്കിലും കണ്ടിട്ട്. അല്ല, സീരിയസ്ലി ഷൂട്ട് തന്നെ കണ്ടിട്ട് കുറെ കാലമായി. ഷൂട്ട് തന്നെ കണ്ടിട്ട് കുറെ. ഞാൻ ഇപ്പൊ എമ്പുരാനാണ് അഭിനയിച്ചോണ്ടിരിക്കുന്നത്. ലൂസിഫറിൽ ഡബ് ചെയ്യാൻ വിളിച്ചു. ഡബ് ചെയ്യാൻ വിളിച്ചിട്ട് ഡബ് ചെയ്തു. അപ്പൊ അത് ശരിയാവാത്തോണ്ട് ഇതിൽ റോൾ കൊടുത്തു. ഇത് ശരിയായില്ലെങ്കിൽ ഒന്നും വേണ്ട, മനസ്സമാധാനം വേണം. നന്മ നന്മ സ്കൂൾ ഓഫ് റേഡിയോ സ്റ്റഡീസ്. ഞാനൊരു സെഗ്മെന്റിലേക്ക് കൊണ്ടുപോവാണ്. സീക്രട്ട് എന്നാണല്ലോ ഈ ടൈറ്റിൽ. 7 മണി. ഇല്ല, ഈ ഒരെണ്ണം കൂടെ. 7 മണിയായോ? ഇതും കൂടെ. പോയിട്ടെന്താ? ഒന്നുമില്ല. ഇല്ല, ഇപ്പൊ കല്യാണത്തിന്റെ കാര്യം ചോദിച്ചോണ്ടേ ഈ വന്നപ്പോ തൊട്ട് എല്ലാരും ചോദിക്കുന്നതാണ്. എനിക്ക് ഡ്രൈവിംഗ് അറിയാം, അതുകൊണ്ട് ഇനി ആവശ്യമൊന്നുമില്ല. അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം. ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ബയത് ഹോംസ് ഫോർ ബിൽഡേഴ്സ്, കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. നമസ്കാരം, നമസ്കാരം, നമസ്കാരം. വൈറ്റ് ഹോംസ് ഓൾ പ്രസൻസ് ദ കെന്ന ഷോ. സോ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയിലാണ് നിൽക്കുന്നത്. കാരണം എൻ്റെ ഷോ തുടങ്ങിയിട്ട് ഇതെൻ്റെ സെക്കൻഡ് എപ്പിസോഡാണ്. സോ സെക്കൻഡ് എപ്പിസോഡിൽ എനിക്ക് നല്ല വ്യത്യസ്തമായിട്ട് 3 ആൾക്കാരെയാണ് കിട്ടിയിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞിട്ടായിരുന്നോ ഫസ്റ്റ് എപ്പിസോഡ്? കല്യാണത്തിന് മുന്നേ ആയിരുന്നോ? അല്ല, കല്യാണം കഴിഞ്ഞിട്ട് ഈ ചാനലിൽ ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞത് സെക്കൻഡ് എപ്പിസോഡ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ. അല്ല, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഈ ചാനലിലേക്ക് കേറിയത്. അപ്പൊ നമ്മൾ അതിന് മുന്നേ ചെയ്തത് അത് വേറെ ചാനലാ. ആണോ? ഞാനന്ന് ഏറിപ്പോയതല്ലേ AIOU ഗ്രാമർ. അത് വേറെ ചാനൽ. ആ ചാനൽ അയ്യോ, അന്ന് ഞാൻ ഏറിലൊന്ന് കേറിയായിരുന്നു. ഒരാവശ്യം. അത് ആക്ച്വലി എന്താ സംഭവം, മൂന്നാറാണ്. അപ്പൊ കണ്ടന്റ് എങ്ങനെങ്കിലും എടുത്തേ പറ്റൂ. ധ്യാൻ ചേട്ടൻ വർഷങ്ങൾക്ക് ശേഷത്തിൽ ആ മറ്റേ ഏജ്ഡ് ക്യാരക്ടർ ആയിട്ട് നിൽക്കുകയാണ്. ആ വർഷങ്ങൾക്ക് ശേഷം പടം കണ്ടതിന് ശേഷമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ അപ്സെറ്റ് ആയിട്ട് നിക്കണേന്ന് ഞങ്ങൾ അറിഞ്ഞത്. എന്നിട്ട് എന്തെങ്കിലും ആയിന്നൊന്ന് എടുക്കണല്ലോ, ഒന്നും പറയുന്നില്ല, ഒട്ടും ആക്റ്റീവ് അല്ല. എന്നിട്ട് ഞാൻ വെറുതെ, എനിക്ക് സത്യം പറഞ്ഞ ഗ്രാമർ അറിയില്ല, അത് വേറെ കാര്യം. ആ ഏരിയയിലേക്കേ ഞാൻ പോകുന്നില്ല. എന്റെ ദൈവം, അന്നത്തോടെ എനിക്ക് മതിയായി. എന്റെ എബ്രോഡിലുള്ള ഇംഗ്ലീഷ് സാർ എനിക്ക് ഗ്രാമറിന്റെ ഇത് എഴുതി തന്ന എനിക്ക് അയച്ചു തന്നു. അല്ല, സാർ ഇപ്പൊ പോയി, പുറത്താണ്. എന്നിട്ട് ആ സാർ എനിക്ക് ഗ്രാമറിന്റെ ഓരോ കാര്യങ്ങൾ അയച്ചു തന്നു. ധ്യാൻ ചേട്ടൻ സാറിന്റെ പേര് ചോദിക്കാത്തത് എന്റെ ഭാഗ്യം എന്നും പറഞ്ഞു. എബ്രോഡിലുള്ള ഇംഗ്ലീഷ് അങ്ങനെയല്ല, ഇപ്പൊ സാറ് എബ്രോഡാണ്. ഇംഗ്ലീഷ് സാർ എന്ന് പറഞ്ഞാൽ പോലെ എബ്രോഡിലുള്ള ഇംഗ്ലീഷ് സാറിന്റെ ആവശ്യമില്ലായിരുന്നു. അതാണ് നമ്മൾ നാട്ടിലുള്ള മലയാള സാർ എബ്രോഡിൽ ഇതല്ലേ. എവിടെ എബ്രോഡ്? എവിടെ? ചെന്നൈ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ആക്കി തിരിച്ച പോലെ ഒരു ഫീലിംഗ്. എബ്രോഡ് എവിടെ? വിദേശ രാജ്യങ്ങൾ. ഇനി ഞാൻ ധ്യാൻ ചേട്ടനോട് കൂടുതൽ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാം. ഏത് രാജ്യമാണ് സാർ എബ്രോഡില്? അമേരിക്ക. ഇംഗ്ലീഷ് പഠിക്കാനാണ്? അല്ല, അത് പറ്റില്ല. ഞാനിപ്പോ ഇപ്പൊ കഴിഞ്ഞ ഇന്റർവ്യൂസ് എല്ലാം വാച്ച് ചെയ്തു. പണ്ടല്ല, കുറച്ച് നാള് മുന്നേ, വർഷങ്ങൾക്ക് ശേഷം ധ്യാൻ ചേട്ടൻ ബേസിൽ ആ കോംബോ ഭയങ്കര ഹിറ്റ് ആയിരുന്നു.
അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു, എനിക്ക് എടുക്കാൻ പറ്റിയില്ലല്ലോ എന്നും കരുതി. കാരണം ആ സമയത്ത് കല്യാണമൊക്കെ ആകാറായപ്പോ ടെൻഷനൊക്കെ കാര്യങ്ങളായിട്ട് ഞാൻ ഇന്റർവ്യൂ നിർത്തി വെച്ചിരുന്നു. അപ്പൊ എങ്കിൽ അവരൊന്ന് വിളി. ഇപ്പൊ ഇപ്പോഴല്ലേ ടെൻഷൻ വേണ്ട, കല്യാണം കഴിഞ്ഞ ടെൻഷനൊക്കെ പോയി. ഇപ്പൊ ഭർത്താവിനാണ്, ഇപ്പൊ ഭർത്താവ് അനുഭവിച്ചോളൂല്ലോ. ഭർത്താവ് ഇവിടെ തൊട്ട് ബാക്കിൽ ഇരിപ്പുണ്ട്. ഭർത്താവ് സാധാരണ കൂടെ വരാത്തതാണല്ലോ പരിപാടിയുടെ, ഞാൻ പലപ്പോഴായിട്ട് കണ്ടിട്ടില്ല. ഇപ്പൊ കൂടെ തന്നെ ചാനലിന്റെ കൂടെ തന്നെ വരുന്നുണ്ടല്ലോ. കാരണം എനിക്ക് വരാൻ വണ്ടിയില്ലല്ലോ, ഇവിടെ ഊബറോ മറ്റേത് ഒന്നും കിട്ടില്ല. ഭർത്താവ് ഭയങ്കര കെയറിങ് ഉള്ളതുകൊണ്ട് ഒറ്റയ്ക്ക് വിടുന്നില്ല, അതാണ്. നിങ്ങളുടെ ഒരു ഭയങ്കര ക്രോസ് ഓവർ പ്രണയമാണല്ലോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ചാനലിലുള്ള ഭർത്താവ് വേറെ ചാനലിലുള്ള പ്രണയിച്ചത് സ്വന്തം ചാനലിലേക്ക് കൊണ്ടുവരുന്നു അല്ലേ? പ്രണയത്തിന്റെ കാര്യം പറയരുതെന്ന് ഞാൻ ഇത് തുടങ്ങുന്നതിന് മുന്നേ പറഞ്ഞതാ. അങ്ങനെ എന്നോട് ഒരു കാര്യം പറയരുത്. പറയൂ. അത് പറയാൻ പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം. ഈ സിനിമയുടെ ടൈറ്റിൽ പോലെ തന്നെ സീക്രട്ട് ആയിരുന്നു. ഇവിടെ പറയരുത്. പ്രണയം സീക്രട്ട് ആയിരുന്നോ? ഇപ്പൊ കല്യാണം കഴിഞ്ഞല്ലേ, പിന്നെ അതിന് സീക്രട്ട് ആയിട്ട് കുറച്ച് ആൾക്കാരത് കാണട്ടെ. കല്യാണം കഴിക്കാത്ത ആളാ പറയുന്നത്. പ്രണയത്തെ പറ്റി പറഞ്ഞോണ്ട് കല്യാണം കഴിക്കുന്നവർ പ്രണയിക്കണമെന്നില്ലല്ലോ, കല്യാണം കഴിക്കാത്തവർ പ്രണയിക്കണമെന്നില്ലല്ലോ, കല്യാണം കഴിച്ചവരും പ്രണയിക്കണമെന്നില്ലല്ലോ. ഇപ്പൊ നിങ്ങളുടെ അവസ്ഥ എന്താ? എനിക്ക് സീക്രട്ട് അല്ല, ഇപ്പൊ കല്യാണത്തിന്റെ കാര്യം ചോദിച്ചോണ്ടേ ഈ വന്നപ്പോ തൊട്ട് എല്ലാരും ചോദിക്കുന്നതാണ്. എനിക്ക് ഡ്രൈവിംഗ് അറിയാം, അതുകൊണ്ട് ഇനി കല്യാണം കഴിച്ചിട്ട് കൊണ്ടുവിടേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഭയങ്കര എനിക്കറിയാം. എവിടെ കൊണ്ടുവിടാനാ? അല്ല, ഞാൻ പൊതുവേ പറഞ്ഞത്. ഇവിടെ കൊണ്ടുവിട. അല്ല, എന്തുകൊണ്ട് കല്യാണം നടക്കണ്ടെന്ന് പറഞ്ഞോണ്ട് പറഞ്ഞത്. നടക്കേണ്ട സമയത്ത് നടക്കും. അതിനുള്ള ഉത്തരം ഭയങ്കര. ഡ്രൈവിംഗ് അറിയാമെങ്കിൽ പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലം വേണ്ടേ? ചിലപ്പോ അറിയാണ്ട് നോ പാർക്കിങ്ങിലും കണ്ടും കൊണ്ടേ പാർക്ക് ചെയ്തോ? ഞാൻ ഈ വണ്ടി ഓടിക്കൊണ്ടേ എവിടെ നിർത്തൂല. അങ്ങനത്തെ ഒരു വണ്ടിയിലാണ് ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല, പക്ഷെ എല്ലാരും കൂടെ ഇതിനെ കൊണ്ട് അത് ഉദ്ദേശിപ്പിച്ചു. അതല്ല, കല്യാണം അത് നടക്കും. അതെല്ലാം ഈ പറയുന്ന പോലെ. ഇയാളുടെ പേരെന്താ പറഞ്ഞ? ഹസ്ബൻഡിന്റെ പേര്? അപ്പൊ ഞാൻ വേറെ എന്താ ചോദിച്ചത്? കെന്ന ഷോ എന്ന് പറയാ. ഹസ്ബൻഡിന്റെ പേര് ഷാൽബിന്. ഒരു കെന്നയെ കിട്ടിയ പോലെ മണിക്കുട്ടന് ഒരു കിട്ടും. നല്ലൊരു കെന്നെ കിട്ടട്ടെ. നല്ല കെന്ന വേണ്ട, വേറെ അത് വേറെ. അത് നടക്കും. എല്ലാം ഈ കല്യാണം എന്ന് പറഞ്ഞാൽ ചിലർക്ക് നേരത്തെ നടക്കും, ചിലർക്ക് താമസിച്ച് നടക്കും, ചിലർക്ക് നടക്കില്ല. അല്ല ചേട്ടന് ഇപ്പൊ ഒരുപാട് താമസിച്ചതായിട്ട് തോന്നിയോ അതോ? അത് ആർക്ക് തോന്നി? അല്ല ചേട്ടന് സ്വയം തോന്നി, ഞങ്ങൾക്കൊക്കെ തോന്നി. ചേട്ടന് തോന്നി? എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. ഇത് നരയൊക്കെ വന്ന് എടാ, ഇത് അത് പ്രിമച്യൂർ ആണ്. എടാ, ഞാൻ ഈ പറയുന്ന പോലെ ഒരു മെച്ചൂരിറ്റി തോന്നിക്കാനായിട്ടാണ്. കുറച്ച് നമുക്കൊരു സ്വയംവരം അങ്ങ് നടത്തിയാലോ? അതെ, സ്വയംവരം ഒരു ഇത് നടത്തിട്ട് പല ഇന്റർവ്യൂലായിട്ടും ഇപ്പൊ എനിക്ക് വന്ന് ഇപ്പൊ സ്വാമി സാറും എല്ലാം കയറി വരുന്നതൊക്കെ ചവിട്ടി പൊളിച്ചിട്ട് എന്റെ കല്യാണം ഇത്ര വലിയ പ്രശ്നമാണ്. പിന്നില്ല, എനിക്കിവിടെ സിനിമ ഇപ്പൊ ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. സിനിമ കിട്ടുന്ന കുറവാ, അതൊരു പ്രശ്നമായി കാണിക്കും. അറിയണ്ട, അതൊന്നും ആർക്കും അറിയണ്ട. കല്യാണം കഴിക്കാത്ത കല്യാണം. ചെലപ്പോ ഐശ്വര്യം വരുന്നത് അങ്ങനെ ആവാലോ. എന്നിട്ട് ഞാൻ ആലോചിക്കട്ടെ, എന്നിട്ട് വന്നില്ലെങ്കിലുണ്ടോ? തൽക്കാലം സിനിമയാണ് എന്റെ ഭാര്യ. ഇപ്പൊ ധ്യാൻ ചേട്ടന്റെ ലൈഫിൽ ഐശ്വര്യം ഒക്കെ വന്നത് അർപ്പിത ചേച്ചി വന്നേ പിന്നെയല്ലേ? അല്ല, ഞാൻ ജനിച്ചപ്പോ എനിക്ക് ഐശ്വര്യം ഉണ്ടായിരുന്നു. ശ്രീനിവാസിന്റെ മോനെ ഐശ്വര്യം ഉണ്ട്. ആ അതെ, ചേട്ടൻ നല്ല സൂപ്പർ ചേട്ടൻ. സൂപ്പർ ചേട്ടൻ. ഓക്കെ, ഇനി നമ്മുടെ സിനിമയിലേക്ക് വരാം. സീക്രട്ട് എന്നാണ് മൂവിയുടെ നെയിം. അപ്പൊ ഈ ഒരു ടൈറ്റിൽ പറഞ്ഞ പോലെ തന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ്, ധ്യാൻ ചേട്ടന്റെ മനസ്സിൽ ഒന്നും ഇരിക്കത്തില്ല. സീക്രട്ട് എന്ന് പറഞ്ഞ സംഭവം എനിക്ക് തോന്നുന്നു വീട്ടുകാർ തന്നെ ഒളിച്ചും പാത്തായിരിക്കും എന്തെങ്കിലും രഹസ്യമൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി ഈ ഒരു ടൈറ്റിൽ സീക്രട്ട് എന്ന ഒരു മൂവിയിലേക്ക് ആക്ട് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് ക്യാരക്ടേഴ്സ് ഇതില്? അതുകൊണ്ട് തന്നെ എന്റെ അടുത്ത് ഇതിനെ പറ്റി കൂടുതലൊന്നും പറഞ്ഞിരുന്നില്ല. സീക്രട്ട് ആയിട്ട് തന്നെയാണ് എന്നെ കഥ പോലും സീക്രട്ട്. അല്ല, ഇത് എൻ സ്വാമി ഫിലിം, അതിനകത്ത് തന്നെ എല്ലാം ഉണ്ടല്ലോ. ഒരു പുതുമുഖ സംവിധായകൻ, അതും ഗിന്നസ് റെക്കോർഡല്ലേ ആക്ച്വലി, അല്ലേ കൃഷ്ണ? ആക്ച്വലി അല്ലേ? 72ാമത്തെ വയസ്സിൽ ഡെബ്യൂ ആസ് എ ഡയറക്ടർ. അതും സാറിന്റെ ഒരു സിനിമയിൽ നമ്മളൊക്കെ ഒരു അതും
നേരത്തെ നമ്മൾ പല സ്ഥലത്തും പറഞ്ഞു ചെറുപ്പക്കാരെ വെച്ചിട്ട് അതിന് മുന്നേ സാറ് സാർ കഥ തിരക്കഥാ സംഭാഷണം ചെയ്തിരുന്നു പോസിറ്റീവ്. അപ്പം ഇങ്ങനെ ഒരു സിനിമയിൽ നമ്മളൊക്കെ വിളിക്കാനും അല്ലെങ്കിൽ നമ്മൾക്കൊക്കെ അതിന്റെ ഭാഗമാകാൻ പറ്റുക എന്നുള്ളത് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പം ഈ സിനിമയിലെല്ലാം ഉണ്ട് ഈ പറഞ്ഞ പുള്ളിയുടെ പേര് വരുമ്പോൾ തന്നെ അതൊരു ബ്രാൻഡാണ് നേരത്തെ പറഞ്ഞ പോലെ. അപ്പം അദ്ദേഹത്തിന്റെ ഒരു സിനിമയിൽ നമ്മൾ കഥ പോലും ചോദിക്കേണ്ട കാര്യമില്ല. നമ്മൾ പുള്ളിനെ വിശ്വസിച്ച് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പോയി അഭിനയിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഇതിനൊരു ബേസിക് ഐഡിയ മാത്രമേ എൻ്റെ അടുത്ത് തുടങ്ങുന്നതിന് മുന്നേ പറഞ്ഞിരുന്നുള്ളൂ. അത് ഒരു സിനിമയായി വരുമ്പോൾ അല്ലെങ്കിൽ സിനിമയ്ക്കുള്ളിൽ അത് പറഞ്ഞു വരുമ്പോൾ എങ്ങനെ ഉണ്ടാവുന്ന ഉള്ളൊരു എങ്ങനെ ആയി വരും എന്നുള്ളൊരു കൗതുകം ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ കണ്ടെടുത്തോളം ഞാൻ ഇന്ന് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടു. അപ്പം കണ്ടെടുത്തോളം എനിക്കത് ചില ഭാഗങ്ങളും ബിറ്റ്സ് ആൻഡ് പാർട്സ് അതിൻ്റെ ഇഷ്ടമായി. അപ്പം അത് വിചാരിച്ച പോലെ അല്ലെങ്കിൽ പറഞ്ഞ പോലെയൊക്കെ സിനിമയ്ക്കുള്ളിൽ വന്നപ്പോൾ അതിനുള്ള രസമുണ്ട്. അപ്പൊ ഇതുവരെ ഒരു പറയാത്ത സാറ് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് ഇതുവരെ ഒരു പറയാത്തൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഐഡിയ. അപ്പോൾ പുതിയതായിട്ടുള്ള കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഐഡിയ ഇപ്പം പറയുന്ന സമയത്ത് അതിന് രണ്ട് എക്സ്ട്രീമാണ്. ഒന്ന് അതിനെ ചില ആൾക്കാർ വെൽക്കം ചെയ്യും, ചിലപ്പോൾ ഇത് എന്ത് സിനിമയാണെന്ന് തോന്നും, ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടും. അപ്പം നമ്മൾ അതിനെ ഓപ്പൺ ആയിട്ടാണ് വിടുന്നത്. കാരണം യൂഷ്വൽ എസ്.എൻ. സ്വാമി സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ ഒരു പടത്തിൽ നിന്നുള്ള ഒരു സാധനമല്ല, ക്രൈം ത്രില്ലറോ അങ്ങനെ ഒരു സാധനമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലർ അല്ലെങ്കിൽ മർഡർ മിസ്റ്ററി ഒന്നും പ്രതീക്ഷിക്കണ്ട. പക്ഷെ ഒരു കഥ പറഞ്ഞു പോകുന്നുണ്ട് ഈ സിനിമയിൽ. അല്ല ഇതിന്റെ വെരി ഗേറ്റ് ക്രാഷ് ചെയ്യുന്ന പോലെ ഇതിന്റെ ഒരു മൂന്നാമത്തെ സീൻ തൊട്ടിട്ട് തന്നെ ഈ സിനിമ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓഡിയൻസിന് കൃത്യമായിട്ട് ഈ സിനിമ മുന്നോട്ട് എങ്ങനെയാ പോകുന്നതെന്നൊക്കെ ഉള്ളത്. പക്ഷെ ആ ഇവന്റ്സ് എൻഗേജിങ് ആണ്. അത് നടക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളും അതൊരു കോർത്തിണക്കി അതൊരു സീരീസ് ഓഫ് ഇവന്റ്സ് പോലെ അത് കൃത്യമായിട്ട് പുള്ളി ഇതിനെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ എനിക്ക് തോന്നുന്ന ഒരു വേറിട്ട സിനിമയായിരിക്കും. എന്തുകൊണ്ടും ഒരു ഡിഫറെന്റ്, നമ്മൾ സാധാരണ വെറുതെ ഡിഫറെന്റ് എന്ന് പറയുന്നതിനപ്പുറം യുണീക്ക് ആയിട്ടുള്ള ഒരു ഐഡിയ ഷെയറിംഗ് ഉണ്ട്. എന്തൊക്കെയാണെങ്കിലും അതിനെ ഒരു സിനിമയുടെ ഒരു ഫോർമാറ്റിൽ വരുന്ന സമയത്ത് അത് എത്രത്തോളം ആൾക്കാർക്ക് അപ്പീലിംഗ് ആയിരിക്കും നമ്മൾ 26 തന്നെ കണ്ട് അറിയണം. ഓക്കെ. ആൻഡ് മണിക്കുട്ടൻ ചേട്ടന്റെ ക്യാരക്ടർ ഇതിൽ എന്താണ്? ഇതില് ഈ പറയുന്ന പോലെ നമ്മൾ ഒരുപാട് സീൻസ് ആവശ്യമില്ല. ഒരു സിനിമയിൽ 2 or 3 സീനായാലും നമ്മൾ എത്രത്തോളം മനോഹരമായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ ഈ ക്യാരക്ടറിനേക്കാൾ ഉപരി എനിക്ക് പറയാനുള്ളത് എസ്.എൻ. സ്വാമി സാറിൻ്റെ സിനിമയിലേക്ക് വീണ്ടും ഞാൻ വരുന്നു എന്നുള്ളതാണ്. സാർ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന മൂവി. നമ്മൾ പറയില്ലേ ഈ യങ്സ്റ്റേഴ്സിന് അങ്ങനെ ഈ പറയുന്ന പോലൊരു ലെജൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ മലയാള സിനിമയിലെ ഇന്ത്യൻ സിനിമയുടെ തന്നെ അഹങ്കാരം എന്ന് വേണമെങ്കിൽ എസ്.എൻ. സ്വാമി സാറിനെ വിശേഷിപ്പിക്കാം. അങ്ങനെ ഒരു ബ്രാൻഡ് വാല്യൂ ഉള്ളൊരു സ്ക്രിപ്റ്റ് റൈറ്ററും ആയിരുന്നു അദ്ദേഹം. അതിനുശേഷം ഇപ്പോൾ ആദ്യം ഡയറക്റ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ നമ്മൾ എത്തിപ്പെടുക എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ വരാൻ ആഗ്രഹിക്കുന്ന പലരും ഉണ്ടാവും. ആ ഒരു അവസരം നമ്മളിലേക്ക് വന്നു എന്നുള്ളതാണ്. പിന്നെ ഞാൻ ഇതിൽ എനിക്ക് 2 സീനേ ഉള്ളൂ. പക്ഷേ ഞാൻ എപ്പോഴും തന്നെ ആക്ടിങ് സ്റ്റുഡൻ്റ് എന്നല്ലേ പറയുന്നത്. ആ ആക്ടിങ് സ്റ്റുഡൻറ്റിൽ നിന്ന് ആക്ടർ ആവാന്നുള്ള ഇവോൾവ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അങ്ങനെയുള്ളൊരു 2 സീനായിരിക്കും. അത് ഞാൻ നന്നായി ചെയ്തിട്ടുണ്ടെന്നാണ് വിചാരം. അത് ജനങ്ങൾക്ക് അത് തോന്നിയില്ലെങ്കിൽ വീണ്ടും ഞാൻ ആക്ടിങ് സ്റ്റുഡൻ്റ് ആണ്. തോന്നിയില്ല പല സിനിമയും ചെയ്യുമ്പോൾ ഇപ്പോഴെങ്കിലും ആക്ടർ. പക്ഷെ സത്യം പറയാലോ ഓപ്പോസിറ്റ് ഇരുന്നപ്പോ എനിക്ക് തോന്നി ഞങ്ങൾ 2 ആളും ആക്ടിങ് സ്റ്റുഡന്റ് ആണ്. കുറേ പഠിക്കേണ്ടിയിരിക്കുന്നു. വീക്ക്ലി ഓരോ പടം ഇറങ്ങി എന്നിട്ടും പഠിച്ചു തീർന്നില്ല. നമ്മളിപ്പോ കൊല്ലത്തിലെ 3 എണ്ണം ചെയ്ത് പഠിക്കില്ലല്ലോ, നമ്മള് ഡെയിലി പഠിച്ചോണ്ടിരിക്കുകയല്ലേ. അതുപോലെ എനിക്ക് പഠിച്ചോണ്ടിരിക്കണം. അല്ല ഇപ്പം ഫിലിമിലെ സീനിയോറിറ്റി നോക്കുമ്പോ ആദ്യം വന്നത് മണിക്കുട്ടൻ. എന്നിട്ട് കാര്യമില്ല, അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇല്ല, ഒരു സീനിയോറിറ്റി എന്ന് പറയുന്ന സാധനം സിനിമയിൽ ആവശ്യമില്ല. അത് കറക്റ്റ് ആണ്. സീനിയോറിറ്റി എന്ന് പറയുമ്പോ ഇവിടെയുള്ള ഏതൊരു നടനേക്കാളും യുവതലമുറയിലെ ഏറ്റവും സീനിയർ ആയിരിക്കും. അപ്പൊ പറഞ്ഞു യുവതലമുറയിൽ പോലും പെടുത്താൻ പറ്റൂല. ഏത് തലമുറയെ പെടുത്തണമെന്ന് ആലോചിച്ചോണ്ടിരിക്കും. പക്ഷേ അപ്പോഴും ഇപ്പോഴും ഒരേപോലെ അല്ലേ കാണാൻ. ഞാൻ ആദ്യമായിട്ടാട്ടോ നേരിട്ടാണ്. ഞാൻ ആദ്യമായിട്ടാ. എന്തോ ഇഷ്ടമാണ് എന്നെ എല്ലാവർക്കും. കാരണം ഇപ്പൊ 20 വർഷം തികച്ചു. ബോയ് ഫ്രണ്ട് ഇറങ്ങിയിട്ട് 20 വർഷം. കൊച്ചുണ്ണിയും കഴിഞ്ഞ് ബോയ് ഫ്രണ്ട് 20 വർഷം. നിങ്ങൾ രണ്ടുപേരും സെയിം ഏജ് കാറ്റഗറി? 1 വയസ്സ് 2 വയസ്സ് വ്യത്യാസമുണ്ട്. മൂത്തത് ആരാ ഇതില്? സംശയം ഉണ്ടാ?
ഞാൻ തന്നെ ആയിരിക്കും. എനിക്ക് 36 വയസ്സായിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. ആ എനിക്ക് 36. പറ, വെളിപ്പെടുത്ത്. കല്യാണം കഴിയാത്ത പയ്യന്മാരുടെ പ്രായം ചോദിച്ചിടുന്നത് അത് പെണ്ണുങ്ങളുടെ അടുത്താ പ്രായം ചോദിക്കും. പെണ്ണുങ്ങൾ ഇപ്പൊ മാറ്റിയാ ഇത്ര പെട്ടെന്ന് മാറ്റിയാ. ഞാൻ എന്റെ വയസ്സ് കൃത്യമായി. അതെ, correct. എനിക്കൊരു കല്യാണം കൂടെ കഴിച്ചാൽ ഞാൻ എന്റെ പ്രായം പറയാമേ. അയ്യോ, എനിക്ക് 38 വയസ്സ്. 2 വയസ്സ്. ഓക്കെ, 38 വയസ്സ്. പക്ഷെ കണ്ട ഒരു പക്ഷെ പക്വത നോക്കുമ്പോ 38 വയസ്സിന് വിശ്വസിച്ചല്ലേ? 20 വർഷം മുന്നേ അഭിനയിച്ച ആള് അന്ന് എന്തായാലും 25 വയസ്സുണ്ടാവില്ല. അന്ന് അത്രയില്ല. ഞാൻ വളരെ എന്നെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടോണ്ട് അസൂയാണ്. അത് ശരിയാ. 16 or 17 ബോയ് ഫ്രണ്ട്. അഭിനയിക്കണം മിനിമം 18 വയസ്സ്. ഡ്രൈവിംഗ് ലൈസൻസോ? അത് പണ്ട് അച്ഛൻ്റെ അടുത്ത് പോയി പറയും, അച്ഛൻ എനിക്ക് അഭിനയിക്കണം, അച്ഛൻ അഭിനയിക്കണം എന്ന് പറഞ്ഞാൽ ശ്രീനിവാസ് സാർ പറയും, എടാ 18 വയസ്സാവട്ടെ എന്നാലും അഭിനയിക്കാൻ പറ്റും. അതെ, 18 നീ ഒന്ന് വിശ്വസിച്ചാ? അത്ര പൊട്ടണമെന്ന് ചോദിച്ചാ അത് വീട്ടിൽ പറഞ്ഞല്ലേ? സ്വന്തം വീട്ടിൽ പറഞ്ഞ കാര്യം എന്റെ അടുത്ത്. എന്റെ അച്ഛൻ എന്നെ അങ്ങനെയല്ല വളർത്തിയത്. എന്റെ ദൈവമേ, മണിക്കൂട്ടൻ ചേട്ടൻ ഇത്രയും സംസാരിക്കുന്നു, ഇത്രയും തഗ്ഗൊക്കെ ഞാൻ ഇവിടെ വന്നപ്പോ അങ്ങനെ അല്ലായിരുന്നു. ആ ഡോറ് കറന്ന് ഇവനൊക്കെ ഇതിന് ശേഷം ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്, എന്തോ ഒരു മായാജാലം. അല്ല, ഫസ്റ്റ് ടൈം ഞാൻ സത്യം പറയട്ടെ, ഞങ്ങൾ അഭിനയിക്കുമ്പോ പോലും ഞങ്ങൾ അഭിനയിക്കുമ്പോലെ കാരണല്ലേ എന്താന്ന് നമുക്ക് രണ്ടാമത് അറിഞ്ഞൂടാ. ആ സീനിൽ എന്താ നടക്കണം നമ്മൾ അറിയുന്നില്ല. അപ്പൊ ഒന്നും മിണ്ടൂല. കാരണം എന്താന്ന് ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കാമെന്നും അറിയില്ല. പിന്നെ ഞങ്ങള് മാറി നിന്നിട്ട് ഇപ്പൊക്കെയാണ് സംസാരിച്ചത്. ഇപ്പോഴാണ് നിങ്ങൾ ആ ഒരു അല്ല, ഞങ്ങൾ അവിടുന്ന് സംസാരിച്ചു. ആ സീനിന്റെ ഇടയിലൊന്നും നമ്മള് സംസാരിക്കും, ഒരു മിണ്ടാട്ടമില്ല. ഞാൻ അത് ചോദിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ വളരെ സീരിയസ് ആയിട്ടിരിക്കുന്ന ഇനി ക്യാരക്ടർ ആയിട്ടിരിക്കുന്ന പിന്നെയാണ് മനസ്സിലായി ഒന്നും മനസ്സിലാവാതിരിക്കുകയാണ്. ഓപ്പോസിറ്റ് അതേപോലെ ഒരാൾ വന്നിരിക്കുന്നു. ചക്കിക്കൊത്ത ചങ്കരം പോലെ അല്ലേ? ഓക്കെ, കലേഷ് ചേട്ടാ, ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം ധ്യാൻ ചേട്ടനായിട്ട് ഒരു കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് സീക്രറ്റിലും നിങ്ങൾ തമ്മിൽ ഇനി കോമ്പിനേഷൻസ് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ. ആ വർഷങ്ങൾക്ക് ശേഷം ധ്യാൻ ചേട്ടനെ ചതിച്ച ഒരു വ്യക്തിയാണല്ലോ. ഈ സീക്രറ്റിലോ എങ്ങനെയാണ്? അല്ലല്ല, സീക്രട്ടില് മെയിൻ ആള് തന്നെ അവനാ. അപ്പൊ ഈ മനസ്സിലാണ് എല്ലാ സീക്രട്ടും ഇരിക്കുന്നത്. ഇതില് പറയുന്ന പല കാര്യങ്ങളും ഇതിലുള്ള ഞാൻ പറഞ്ഞില്ല, ഈ കോൺസെപ്റ്റും ഇതിന്റെ തിയറി വശങ്ങളൊക്കെ, തിയറി മൊത്തം പറയുന്നത്, അതിന്റെ വശങ്ങളൊക്കെ പറയുന്നത് ഡോക്ടറാണ്. ഡോക്ടർ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്. സൈക്കോളജിസ്റ്റ് ആയിട്ടാണ്. ഓക്കെ, കലേഷന്റെ ക്യാരക്ടറിനെ പറ്റി പറ. ക്യാരക്ടറിന്റെ പേര് മൂർത്തി എന്നാണ്. മൂർത്തി വാസുദേവ്. മിഥുന്റെ ക്യാരക്ടർ മിഥുന്റെ അടുത്ത സുഹൃത്താണ്. അപ്പൊ മിഥുന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു നിർണായകമായ ഒരു ഘട്ടത്തിൽ മിഥുനെ സഹായിക്കാൻ വേണ്ടിയിട്ട് മൂർത്തി എത്തുന്നതും, പിന്നീട് ഈ മിഥുന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു കാരണമുണ്ട് എന്ന് മനസ്സിലാക്കുകയും, അതിലാണ് ഈ സിങ്ക്രോണിസിറ്റി എന്നുള്ള വാക്കും ഒരു നിമിത്തം എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പം അതൊക്കെ ലൈക്ക് ഇതിനൊക്കെ ഒരു കണക്റ്റിംഗ് പോയിന്റ് ഉണ്ട്, ഇതൊക്കെ ഒരു ഡെസ്റ്റിനിയാണ് എന്ന് മിഥുന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ എൻ്റെ ക്യാരക്ടറാണ് പിന്നീട് രഞ്ജിത്ത് സാറിൻ്റെ അടുത്ത് ധ്യാനിനെ കൊണ്ടുപോകുന്നതും അവിടെ തൊട്ടാണ് കഥ വേറൊരു തലത്തിലേക്ക് മാറുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. വളരെ നല്ലൊരു റോളായിരുന്നു എനിക്ക്. സ്വാമി സാർ എഴുതുന്ന സംഭാഷണമൊക്കെ പറയാൻ പറ്റുക, അതൊക്കെ തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഈ സീക്രട്ട് എന്ന് പറഞ്ഞ ഈ മൂവിയുടെ മോഷൻ പോസ്റ്റർ റിലീസ് ആയത് മമ്മൂട്ടി കമ്പനി യൂട്യൂബ് ചാനലിലാണ്. അപ്പൊ ഈ മമ്മൂട്ടി കമ്പനി ആയിട്ട് ഈ പടത്തിന് എന്തെങ്കിലും ബന്ധമുണ്ട്? ഒരുപാട് കമന്റ്സ് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഞാൻ കമന്റ്സ് എടുത്ത് നോക്കിയപ്പോ മമ്മൂട്ടി കമ്പനിയാണോ എന്ന ഹിറ്റ് ഉറപ്പ് എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. മൂന്നാളും നമുക്ക് യാതൊരു ബന്ധമില്ല. സ്വാമി സാറും കമ്പനിയും തമ്മിൽ അവര് കമ്പനി ആയതുകൊണ്ട്. പക്ഷെ ഇതിനൊരു ഇൻസിഡന്റ് ഉണ്ട് അളിയാ. ഇന്നിപ്പോ രാവിലെ ഞാൻ ഇന്റർവ്യൂവിന് വന്ന സമയത്ത് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലാണ് താമസിച്ചത്. അവിടെ നിന്ന് വണ്ടി എടുത്ത് ഇറങ്ങിയപ്പം മമ്മൂക്കയുടെ ഒരു സിനിമയുടെ ഷൂട്ട് അടുത്ത് കിടക്കുന്നു, തൊട്ടടുത്താണ് ഫ്ലാറ്റില്. അല്ല, മമ്മൂക്കായിട്ട് ഗൗതം മേനോൻ സാറിന്റെ. കാരണം ഇവിടെ വന്ന് പലരും ചോദിച്ചു മമ്മൂക്കായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ. അതെനിക്ക് അറിയില്ല, നിമിത്തമാണെന്ന് പറഞ്ഞത്. കാരണം ഞാൻ കുറെ കാലം മമ്മൂക്കയുടെ ഷൂട്ട് അടുത്ത് എവിടെയെങ്കിലും കണ്ടിട്ട്. അല്ല, സീരിയസ്ലി ഷൂട്ട് തന്നെ കണ്ടിട്ട് കുറെ കാലമായി. ഷൂട്ട് തന്നെ കണ്ടിട്ട് കുറെ
ഷൂട്ട് അത് മമ്മൂക്ക. ദേ കൊറേ ആൾക്കാർ കൂടി കഴിഞ്ഞ ഞാൻ പോട്ടാ. ആ ബാക്കി പറ, കംപ്ലീറ്റ് ആക്ക. അല്ല, ഞാൻ മമ്മൂക്കയുടെ ഷൂട്ട് കണ്ടെന്ന്. ഞാൻ ഷൂട്ട് കണ്ടിട്ട് ഞാൻ ഇപ്പൊ എമ്പുരാനാണ് അഭിനയിച്ചോണ്ടിരിക്കുന്നത്. ഞങ്ങളെ പുച്ഛിക്കരുത്. അതിനൊരു കഥയുണ്ട്. ആ എംബ്രാനിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ലൂസിഫറിൽ ഡബ് ചെയ്യാൻ വിളിച്ചു മണിനെ. ഡബ് ചെയ്യാൻ വിളിച്ചിട്ട് ഡബ് ചെയ്തു. അപ്പൊ അത് ശരിയാവാത്തോണ്ട് ഇതിൽ റോൾ കൊടുത്തു. ഇത് ശരിയായില്ലെങ്കിൽ തിരിച്ച് ഡബിങ്ങിലോട്ട് തന്നെ പോകും. ആ സെയിം ക്യാരക്ടർ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല എനിക്ക് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കയുടെ ഷൂട്ടിംഗ് അവിടെ കണ്ടു. ഒന്നുമല്ല, ഞാൻ എമ്പുരാനിലാണ് ഇപ്പൊ അല്ലേ. എനിക്ക് ആ സിനിമയെ പറ്റി കൂടുതൽ പറയാൻ പറ്റാത്തതുണ്ട്. ഇപ്പൊ പറഞ്ഞ് ഭയങ്കര കോമഡി ഉണ്ട്. പക്ഷെ അത് ഞാൻ സിനിമ റിലീസ് ആകുമ്പോ പറയാം. സംഭവം മോഹൻലാൽ ഫാനാണ്. അതുകൊണ്ടല്ല, മണിക്കൂട്ടൻ ഞാൻ ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലായിടത്തും പറയും ഞാൻ ലാൽ സാർ ഫാനാണ്. അതിനർത്ഥം മമ്മൂക്കനെ അപ്പൊ ഇഷ്ടമല്ല. അല്ല, മലയാളി നമ്മൾ പറയട്ടെ, മലയാളികളുടെ അടുത്ത് ആരത്ത് ചോദിച്ചാലും മമ്മൂക്കയെ ലാലേട്ടനെ ഒരേപോലെ ഇഷ്ടമാണ് നമുക്ക്. നമ്മുടെ അല്ല ഞാൻ പറയാം, അല്ല ഞാൻ പറഞ്ഞുതരാം. ഇവനായിരിക്കും, പക്ഷേ അതുകൊണ്ട് ലാലേട്ടൻ ഇഷ്ടമല്ലേ? എനിക്ക് ഈ പറയുന്ന പോലെ ഇപ്പൊ മലയാളികൾക്ക് എല്ലാവർക്കും ആരും ചോദിച്ചാലും മമ്മൂക്ക ലാലേട്ടൻ ഇഷ്ടമാണ്. പക്ഷെ ഒരു പൊടിക്ക് ഒരാൾക്ക് ഇഷ്ടം കൂടുതലായിരിക്കും. ആ പൊടിക്ക് എനിക്ക് ലാലേട്ടൻ്റെ അടുത്താണ് ഇഷ്ടം. എനിക്ക് ലാലേട്ടനെ ഇഷ്ടം. പൊടിക്ക് അപ്പൊ ഞാൻ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു മമ്മൂക്ക ഫാനാണ്. പൊടിക്ക് അല്ല, പൊടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാനല്ലോ. എനിക്ക് ഞാൻ ലാലേട്ടൻ ഫാനാണ്, അത് സമ്മതിക്കുന്നു. പക്ഷെ എനിക്ക് മമ്മൂക്ക ഒരിക്കലും എനിക്ക് ഒരാളുടെ മാത്രം ഫാനാകാൻ പറ്റൂല. സിനിമ കിട്ടുമെന്നുള്ളതുകൊണ്ടല്ലോ. ഞാനൊരു ആക്ടിങ് സ്റ്റുഡന്റ് ആണ്. നീ എന്താ അവൻ ആക്ടിങ് സ്റ്റുഡന്റ്, നീ പറയാൻ ആക്ടിങ് സ്റ്റുഡന്റ്. സത്യം നമ്മുടെ പോയിട്ട് ചാൻസ് ചോദിച്ചാണ് അവിടെ ഇറക്കി വിട്ട ഉടനെ മനസ്സിലായില്ലേ? ഞാൻ ഈ മമ്മൂക്കയുടെ ഷൂട്ടിംഗ് കണ്ടത് കട്ട് ചെയ്ത് കളയാൻ പറ്റും. അല്ല, ചിലപ്പോ ഗ്ലാസ് വെച്ചാണോ പോയത്? ഈ സെയിം ലുക്കിലാണോ പോയത്? ഇവൻ പറഞ്ഞേ എനിക്ക് പറഞ്ഞു. കെന്നെയും കൂടെ പറഞ്ഞു അതിനാ ഗ്ലാസ് വെച്ച് പോയാലെന്താ? അല്ല, ഈ സെയിം ലുക്കില് ചിലപ്പോ പെട്ടെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഇത് ഉദ്ദേശം അതല്ലോ, ഗ്ലാസ് കണ്ട. എടാ അതാണ്. നീ അതുകൂടെ പറ, എന്നെ മാത്രം അതുകൂടെ പറ. അങ്ങനെ നമ്മളെ ഇവർ രണ്ടുപേരുടെയും ഫാനാണെന്നുള്ളതാണ് ഇതിലെ സത്യം. പിന്നെ ഞാൻ സത്യം പറഞ്ഞ പൃഥ്വിരാജ് ഫാനാണ്. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അല്ലേ? ഞാൻ ധ്യാൻ ശ്രീനിവാസൻ ഫാനാണ്. നിങ്ങൾ ഏതെങ്കിലും എന്തുകൊണ്ടാ ധ്യാൻ ചേട്ടന്റെ ആക്ടിങ് സ്കില്ലാണോ? എന്തൊരു ചോദ്യം ചോദിക്കാൻ വന്നല്ലോ. അല്ല, എന്തായാലും പറഞ്ഞല്ലോ, ധ്യാൻ ചേട്ടനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആസ് ആക്ടർ എന്ന നിലയിൽ ധ്യാൻ ചേട്ടനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി എന്താ? ആക്ടർ തന്നെ. അതിലെന്താ ക്വാളിറ്റി? ഒരു ആക്ടറിനെ ഇഷ്ടപ്പെടാനായിട്ട് വേറെ ക്വാളിറ്റി വേണമെന്നില്ല. നമ്മള് ക്വാളിറ്റി നോക്കി ഇഷ്ടപ്പെടാൻ പോയാ നിങ്ങക്ക് ഇപ്പൊ ഇതിൽ എന്നെ മാത്രം ഇഷ്ടപ്പെടാൻ പറ്റില്ല. നിങ്ങൾ ആക്ടിങ് നോക്കി ഇഷ്ടപ്പെടും, അതാണ്. ധ്യാൻ ചേട്ടാ, ഇത്രയും ക്വാളിറ്റിയുള്ള കലേഷാണ് കിട്ടിയതാണോ? കല്യാണം കഴിച്ചതാ. ഇത്രയും ക്വാളിറ്റി ഉള്ള ആൾക്ക് ഈ ലോകത്ത് എവിടെ ഒരു പെണ്ണിന് ഇത്രയും നാളായിട്ട് ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു പെൺകുട്ടി? ഭർത്താവിന്റെ പേരെന്ന് പറഞ്ഞു പുള്ളിയെ വിളിച്ചിട്ട് അപ്പം പറഞ്ഞുതരും. ചോദിക്കട്ടാ എന്നെ കുറിച്ച് സീക്രട്ട് ആയിട്ട് ചോദിച്ചോ? ഇതുപോലെ സീക്രട്ട് ആയിട്ട് ചോദിച്ചോ? ഓക്കെ, ഇതിന്റെ മോഷൻ പോസ്റ്ററിൽ ഒരു വേർഡ്, ഞാനൊരു സെന്റൻസ് വായിക്കാണ്. ഈശ്വരൻ പ്രതീക്ഷപ്പെട്ട് എന്ത് വരം വേണമെന്ന് ചോദിച്ചാൽ, ബാക്കി സിനിമ റിലേറ്റഡ് ആണ് പോയിരിക്കുന്നത്. ധ്യാൻ ചേട്ടൻ എന്ത് വരം ചോദിക്കും? ഇപ്പൊ ഉള്ളത്ര സിനിമകൾ എന്നും നിലനിന്ന് പോണേ, എല്ലാ വെള്ളിയാഴ്ച റിലീസ് ഉണ്ടാവണേ, ജീവിതകാലം മൊത്തം അങ്ങനെ എല്ലാ വെള്ളിയാഴ്ച പടം ഉണ്ടാവണേ എന്നാണ് പ്രാർത്ഥന. ഓക്കെ, മണിക്കൂട്ടൻ ചേട്ടൻ. ധ്യാന്റെ നാക്ക്. കാരണം ഇവന്റെ പടം ചോദിക്കാൻ പറ്റില്ല, അത് അസൂയായി പോകും. ധ്യാൻ ചേട്ടന്റെ നാക്ക്. കലേഷ് ചേട്ടാ?
നീ വിനീത് ശ്രീനിവാസനുമായിട്ട് ബന്ധപ്പെട്ട് അല്ല വിനീതന്റെ ഏത് എയർപോർട്ടിൽ സ്വന്തമായിട്ട് വിനീതന്നെ എപ്പോഴും എയർപോർട്ടിൽ വെച്ചാണ് കാണുന്നത്. അതെ അതെല്ലാ ഇന്റർവ്യൂലും പറഞ്ഞു, അതല്ലാണ്ട് വേറെ സ്വന്തമായിട്ട് ഒരു എയർപോർട്ട് ഇടണം. വിനീതായിട്ട് അവിടെ വന്ന് ഫ്ലൈറ്റ് കയറണം. പൈലറ്റ് ആ പൈലറ്റ് പഠിക്കുന്ന പറ വേറെ പറ. ചാൻസ് ചോദിച്ചു പോവാന്ന്. ഒന്നുമില്ല അല്ല പറ ഒരു കാര്യം പ്ലീസ് പറ. ഇവരങ്ങനെ കറക്റ്റ് പറഞ്ഞു. അതെ ഇവർ രണ്ടുപേരും കറക്റ്റ് ആയിട്ട് പറഞ്ഞു. കലേശ്വരം ഒന്നുമില്ല. ഇപ്പം എന്തായാലും ചോദ്യം ഈശ്വരൻ പ്രതീക്ഷിക്കപ്പെട്ട എന്ത് വരം വേണമെന്ന് ചോദിച്ച ഒരു വരവും വേണ്ട. ഒന്നുമില്ല. പൈസ ഒന്നും കൊടുക്കേണ്ടി വരില്ല. ഒന്നും വേണ്ട. ഒന്നുമില്ല. മനസ്സമാധാനം വേണം ചോദിക്കും. സ്കൂൾ ഓഫ് മീഡിയ സ്റ്റഡീസ് ഇപ്പൊ ഉള്ള പോലത്തെ ഇതേ മനസ്സമാധാനം എന്നും ഉണ്ടാവണേ. ഇതേ ഡയലോഗ് വിനീത് ശ്രീനിവാസൻ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ ജീവിതത്തിൽ വേണ്ട മനസ്സമാധാനം. അതെ ഹാപ്പിനെസ് രണ്ടുപേരും ഒരേപോലെ ചിന്തിക്കാൻ പാടില്ലേ? ഇത് ഞാൻ ആക്ച്വലി ധ്യാനോട് പറഞ്ഞ ആരോ ഇതേപോലെ ഞാൻ എന്തോ ഒരു ഭയങ്കര വിനയപൂർവ്വം എന്തോ പറഞ്ഞപ്പോ മലയാള സിനിമയിലുള്ള ഒരാൾ തന്നെയാണ്. നീ ആരാ? വിനീത് ശ്രീനിവാസൻ ആവാൻ പഠിക്കുന്നു. മലയാള സിനിമയിൽ ഒരു വിനീത് ശ്രീനിവാസൻ മതി. അപ്പൊ അതിപ്പോ ധ്യാൻ തന്നെ അങ്ങനെ പറയാമോ? അയ്യോ അങ്ങനല്ല. അത്രേ ഉള്ളൂ. അത് ജെന്യൂനായിട്ട് പറഞ്ഞ പീസ് ഓഫ് മൈൻഡ് ആണ് നമുക്ക് ആവശ്യം. അത് ചോദിക്കും. അത്രേ ഉള്ളൂ. അതിപ്പോ ഇല്ല എന്നുള്ളതല്ല ഞാൻ ഇപ്പൊ ഉള്ളത് ഇതുപോലെ തന്നെ പോണേന്ന്. ഇപ്പൊ സിനിമ ചോദിച്ചില്ലേ അതുപോലെ. ഓക്കെ പിന്നെ ഞാൻ കുറച്ച് വേർഡ്സ് ഇതുപോലെ തന്നെ ഞാൻ കേട്ടു. മോശം പേഴ്സണൽ അല്ല അത് ഞാൻ ചോദിക്കുന്നില്ല. അതിൽ ഒരു വേർഡ് ആസ്ട്രോളജി, അതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ ധ്യാൻ ചേട്ടൻ? എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് കുറവാ. പക്ഷെ എന്നാലും ആ സയൻസിലൊക്കെ അത്യാവശ്യം ഞാൻ ചെറിയ റിസർച്ച് ഒക്കെ ചെയ്തിരുന്നു ഒരു സബ്ജക്ട് വർക്ക് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പം അതിൽ പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ കുറെ ഫാക്ട്സ് വെച്ചിട്ടൊക്കെയാണ് പറയുന്നത്. അപ്പം അതിലെനിക്ക് ചില കാര്യങ്ങളൊക്കെ ഇതായിട്ട് തോന്നിയ കുറെ സംഭവങ്ങളുണ്ട്. അല്ല എന്തെങ്കിലും ഇങ്ങനെ നോക്കിയിട്ട് ഈ കൈ ഞാൻ പേഴ്സണലി അങ്ങനെ നോക്കിയിട്ടൊന്നുമില്ല. മണിക്കൂട്ടൻ ചേട്ടനോ? കല്യാണം കഴിഞ്ഞിട്ടില്ല നോക്കി. അത് പറഞ്ഞിട്ട് വേണം അടുത്ത നോക്കിയില്ലേ നോക്കിക്കൂടെ. ഞാൻ ഈ വിശ്വാസങ്ങളെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ ഞാൻ എല്ലാ വിശ്വാസത്തെയും ബഹുമാനിക്കുന്നു. നിരീശ്വരവാദത്തെയും ഞാൻ ബഹുമാനിക്കുന്നു. മതമല്ല ഞാൻ മീൻസ് ഇത് ആസ്ട്രോളജി ഇതെല്ലാം നമ്മള് ആസ്ട്രോളജി ഒരു സയൻസായി കണ്ടാൽ മതി. ഷോ ഞാൻ ഇപ്പൊ പറഞ്ഞു പറഞ്ഞായല്ലോ. വേറെ എവിടെയെങ്കിലും പറയാൻ പറ്റുമോ? വേറെ സ്ഥലത്ത് പറയാം. ആസ്ട്രോളജി ഞാൻ നോക്കിയിട്ടുണ്ട്. നോക്കിയില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. നോക്കിയിട്ടുണ്ട്. നേരത്തെ പറയാം 38 വയസ്സായ കല്യാണം നടക്കുമ്പോ എന്താണ് കാരണം നോക്കി. അപ്പൊ അതിലും കുഴപ്പമില്ല. അല്ല അത് നോക്കാറുണ്ട്. ഞാൻ നോക്കാറുണ്ട്. ഞാനൊരു സെഗ്മെന്റിലേക്ക് കൊണ്ടുപോകാം. ഇയാൾ ആസ്ട്രോളജി നോക്കാറുണ്ട്? ചോദിക്കുക ആസ്ട്രോളജി. ഇല്ല ആസ്ട്രോളജി ഇപ്പൊ പറഞ്ഞ പോലെ ഒരു സയൻസ് ആണ്. അതിനെ ഒരു റിലീജിയനുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. ഇപ്പം ആസ്ട്രോളജിയും ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഇപ്പൊ സൈക്കോളജിയും ഇതെല്ലാം എവിടെയോ കണക്റ്റഡ് ആണ്. അത് കാരണം ഈ പ്ലാനറ്ററി പൊസിഷൻസ് ആണല്ലോ ആസ്ട്രോളജി. അതേപോലെ നമ്മുടെ ഉള്ളിൽ നമുക്ക് തോന്നുന്ന തോന്നലുകളാണ് സൈക്കോളജി. ഇത് രണ്ടും തമ്മിൽ എവിടെയോ ഒരു കണക്റ്റിംഗ് പോയിന്റ് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇൻറ്റ്യൂഷൻസ് ഒക്കെ തോന്നുന്നത്. ചിലപ്പോൾ നമ്മൾ പറയില്ല എനിക്ക് അങ്ങനെ തോന്നി. ആ ഇൻറ്റ്യൂഷൻ എപ്പോഴും തോന്നാറില്ലല്ലോ, എപ്പോഴൊക്കെയോ ആണ് തോന്നുന്നത്. അപ്പം ഇത് തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. ചേട്ടാ ഞാൻ പറഞ്ഞത് കെന്ന ഷോയുടെ സെക്കൻഡ് എപ്പിസോഡാണ്. അത് നിങ്ങൾ 3 പേരെ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് എപ്പിസോഡ് ഇനാഗ്രേറ്റ് ചെയ്തത് മല്ലികാമ്മയാണ്. അപ്പൊ മല്ലികാമ്മയോട് ഞാൻ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്ത് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കണം വിട്ടത്. മല്ലികാമ്മയോട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഫിലിം ഇൻഡസ്ട്രിയിൽ മക്കളെ പോലെ തോന്നുന്ന ആരാണ് അല്ലെങ്കിൽ ഫേവറേറ്റ് ആയിട്ടുള്ള ആരാന്ന് പറഞ്ഞപ്പോ മല്ലികാമ്മ പറഞ്ഞത് ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ്, നിവിൻ പോളി. ഇവരുടെ 3 പേരാണ്. പൊടിക്ക് ഇഷ്ടം കൂടുതൽ ധ്യാൻ ചേട്ടനെയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതിന്റെ പൊടിക്ക് ഇഷ്ടം കണ്ട അങ്ങനെ ഒരു സയൻസ് ഉണ്ട്. പൊടിക്ക് ഇഷ്ടം എന്നൊരു സാധനം ഉണ്ടല്ലേ. മല്ലികമ്മ പറഞ്ഞപ്പോ ഓഹോ, നമ്മൾ പറഞ്ഞപ്പോ ഹേ ഹേ 2 പടവും കളഞ്ഞിട്ട്. അപ്പൊ അതിന്റെ ഞാൻ ഒരു ഇത് കാണിച്ചാലാ സംസാരിക്കുന്ന എല്ലാവരും ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരുപാട് ഇത് ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം
മൂവിനെ കുറിച്ച് പറഞ്ഞതും അതൊക്കെ ഭയങ്കര ഓപ്പൺ ആയിട്ടാണ്. എന്റെ സ്വന്തം ചേട്ടനാണ് ഡയറക്ട് ചെയ്യുന്നത്, പക്ഷെ ആ പറയുന്നതിൽ ഒരു ക്യൂട്ട്നെസ്സും കാര്യങ്ങളും. തീർച്ചയായിട്ടും ധ്യാൻ തമാശ കലർത്തി പറയുന്നു, കാര്യങ്ങൾ ശരിയാണ്. ചിലതൊക്കെ അച്ഛനും സഹോദരനും ഒക്കെ ആയതുകൊണ്ട് ഇച്ചിരി കൂട്ടി പറയുന്നതായിരിക്കും. പക്ഷെ ധ്യാൻ്റെ സംസാരത്തിനകത്ത് നമ്മളെ എന്തോ ഒരു തുറന്ന പുസ്തകം പോലെ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ട്, അത് നമുക്ക് അങ്ങനെയാണല്ലോ പലരും സംസാരിച്ച് കേൾക്കുമ്പോഴേ ഇത് ചുമ്മാ ആർട്ടിഫിഷ്യലായിട്ട് ഒരു തക്കയോ മൂടി വെച്ചിട്ട് അത് ഇതില്ല, അങ്ങനെ തോന്നയില്ലല്ലോ. ഭയങ്കരമായിട്ട് ധ്യാൻ സംസാരിക്കുന്നത് നമ്മളിങ്ങനെ കേട്ടോണ്ട്, ഞാൻ എന്തെങ്കിലും ധ്യാൻ്റെ ഒരു ഇന്റർവ്യൂ ധ്യാൻ സംസാരിക്കുന്നത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അത് എന്റെ മല്ലികാമ്മ പറഞ്ഞു, ധ്യാന്റെ ഇന്റർവ്യൂ വരുമ്പോ ഞാൻ റൂമിൽ പോയിട്ട് ആരും എന്നെ വിളിക്കണത് ഇഷ്ടമല്ല, എനിക്ക് ആ ഫ്ലോയിൽ അങ്ങ് കാണണം. എനിക്ക് ഇടയ്ക്ക് ഈ ചേച്ചിമാരെ വിളിക്കുമ്പോ ധ്യാന്റെ ഇന്റർവ്യൂ കാണുന്നത് അത്രയ്ക്ക് ഇഷ്ടമെന്നാണ് പറയുന്നത്. നമുക്ക് തിരിച്ചും അതേ ഇഷ്ടമുണ്ട്, മല്ലികാമ്മനോട് അതേ ഇഷ്ടം. എന്നിട്ട് ഞങ്ങള് വിളിച്ചു, എടുത്തോ ഫോൺ, മല്ലികാമ്മയോട് ഇത്ര ഇഷ്ടമുണ്ട്. ഫോണൊന്നും വിളിക്കേണ്ട കാര്യമില്ല, ഇഷ്ടം മനസ്സിൽ മതി. ഭയങ്കര ഇഷ്ടം, അത്ര ഇഷ്ടം. എന്നിട്ടില്ലേ ഞങ്ങൾ ആ ഷോയില് തുടങ്ങുന്നതിന് മുന്നേ വിളിച്ചു, അപ്പൂച്ചേട്ടൻ വിളിച്ചാൽ എടുത്തില്ല. ഓക്കെ, അപ്പൊ മല്ലികാമ്മ പറഞ്ഞത് ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് മല്ലികാമ്മ ഫോണിൽ വിളിച്ചു, എന്നിട്ട് എടുത്തില്ല. അപ്പൊ പറയും ഇതാണ് ഈ കൊച്ചിന്റെ. അപ്പം പറഞ്ഞു ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ചോദിക്കും, ഞാൻ ആൻസർ അടുത്ത അജു അപ്പോഴും എടുക്കണില്ല, അടുത്ത ഒന്നും കൂടെ ചോദിക്കും നിവിൻ. ഇല്ല, ധ്യാനിനോട് ഒരു പടം അഭിനയിച്ചത് വർഷങ്ങൾക്ക് ശേഷം സൂപ്പറായിട്ട് അഭിനയിച്ചു എന്ന് പറയാൻ വേണ്ടി വിളിച്ചപ്പോ ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞു. അത് പറയുമ്പോ തല കുനിച്ചേ. ഞാൻ അറിഞ്ഞില്ല വിളിച്ചത്, സത്യമായിട്ട് ഞാൻ കണ്ടില്ല. കണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും തിരിച്ചു വിളിച്ചേനെ, അല്ലെങ്കിൽ കാണാത്തതുണ്ടോ? നിങ്ങളടുത്ത് വെള്ളിയാഴ്ച വല്ലതാണോ ആ ഇത് ഇന്റർവ്യൂ എടുത്തത്? അത് വേറെ പടം റിലീസായി, അതിന്റെ ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. റിലീസിന്റെ ടെൻഷൻ ഫ്രൈഡേ ആണ് എടുത്തത്. ഫ്രൈഡേ വിളിക്കരുത്, കിട്ടില്ല. സാറ്റർഡേ മൺഡേ. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഒരു സെഗ്മെന്റിലേക്ക് കൊണ്ടുപോവാണ്. സീക്രട്ട് എന്നാണല്ലോ ഈ ടൈറ്റിൽ. 7 മണി ഇല്ല, ഈ ഒരെണ്ണം കൂടെ, 7 മണിയായോ? ഇതും കൂടെ പോയിട്ടെന്താ? ഒന്നുമില്ല, പോയിട്ടൊന്നുമില്ല. 3 പേരോടാട്ടോ സ്പീഡ് ഉത്തരം പറഞ്ഞു. അഭിനയിച്ച സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചുണ്ടായ ഒരു സംഭവം ഇന്നും ഒരു സീക്രട്ടായി സൂക്ഷിച്ചിട്ടുണ്ടോ? അഭിനയിച്ച സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് നടന്ന ഒരു സംഭവം ഇല്ലെന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? അത് ഏത് മൂവിയാന്നും കൂടെ പറഞ്ഞോ. ഇൻസിഡന്റ് ഒന്നും പറയണ്ട. അഭിനയിച്ച സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചുണ്ടായ ഒരു സംഭവം ഇന്നും ഒരു സീക്രട്ടായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? പല സിനിമകളിലും വെച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു മൂവി പറ. ഈ ഡയറക്ടർമാർ തെറി വിളിക്കണമെന്ന് നമുക്കൊന്ന് പബ്ലിക്കായിട്ട് പറയാൻ പറ്റും. പേര് പറയാൻ പറ്റില്ല, പേര് പറയാൻ പറ്റില്ല. പടത്തിന്റെ പേര് അതെനിക്കല്ല, സീക്രട്ട്. ധ്യാൻ ചേട്ടാ ഏതാ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ ആ ഒരു ഇൻസിഡന്റ്? ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, ഒരു മൂവിയുടെ പേര് വെച്ചാ? വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞാ പോരെ, പേര് പറഞ്ഞ. അതെ, കലേഷ് ചേട്ടാ. അങ്ങനെയുള്ള ഇൻസിഡൻസ് മനസ്സിലുണ്ട്, അതിങ്ങനെ സീക്രട്ട് ആയിട്ടൊന്നും സൂക്ഷിച്ചല്ല. എവിടെയും അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ലൈഫിൽ എന്ത് സീക്രട്ടും വിശ്വസിച്ച് പറയാവുന്ന ഒരാളുണ്ട്, നെയിം പറയണേ. എന്റെ അങ്ങനെ ഒരാളേ ഇല്ല. നമ്മൾ ഒന്നിച്ച്. കലേഷ് ചേട്ടൻ വൈഫിനോട് പറയാം. വൈഫിനോട്. ഓക്കെ, എനിക്ക് വൈഫിനോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എല്ലാ സീക്രട്ടും പരസ്യമാക്കുന്ന ഒരു ഫ്രണ്ട്. അതേ ഉള്ളൂ. ഇന്ന് തന്നെ നടന്നാണ് ധ്യാൻ ഇന്ന് കേട്ടസിയുടെ കാര്യം പറഞ്ഞു, കംപ്ലീറ്റ് ഇന്റർവ്യൂല് വന്ന് അത് പറയുകയും ചെയ്തു. എന്റെ അടുത്ത് ചോദിച്ചു അവിടെ നല്ല ഡ്രസ്സ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കേട്ടസി കാര്യം ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അണ്ടർ ഗാർമെന്റ്സിൽ പോകേണ്ടി വരുമെന്ന് പറഞ്ഞു. ആദ്യം ഇന്റർവ്യൂല് വന്ന് അതെ ഇതാക്കണ്ട അങ്ങനെ ധ്യാൻ. അപ്പൊ ടൈം ഔട്ട് കുറെ നേരമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ തൽക്കാലം ടാറ്റ പറയുകയാണ്. അപ്പൊ ഇനി നെക്സ്റ്റ് അടുത്ത അടിപൊളി മൂവീസ് ആയിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. സീക്രട്ട് എല്ലാവരും കാണുക. അതെ, സീക്രട്ട് എല്ലാവരും കാണുക. 26 ജൂലൈയിൽ റിലീസ് ആകാൻ പോവാണ്. സോ ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു.